ഹായ്, ഇന്ന് നമ്മൾ ഒരു കുർത്തിക്ക് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ബാക്കിൽ ടക്സ് ഇടുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ കുർത്തിയുടെ ബാക്ക് ഭാഗം കുർത്തി തിരിച്ചിടുക. എന്നിട്ട് ബാക്കിൽ മിഡിൽ പാർട്ട് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഷേപ്പ് ലെങ്ത്ത്, ആ കുർത്തിയുടെ ഷേപ്പ് ലെങ്ത്ത് എത്രയാണോ അത് കണ്ടുപിടിക്കുക. ഇത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും, നീളത്തിനനുസരിച്ച് അത് വ്യത്യാസപ്പെടാം. ഇവിടെ 13.5 നിങ്ങൾക്ക് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ 13.5 നേരെ മിഡിൽ പാർട്ടിൽ നിന്നും 4 ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും അടയാളപ്പെടുത്തുക. രണ്ട് ഭാഗത്തേക്കും ഓരോ 4 ഇഞ്ച് വീതം കൊടുക്കുക. വണ്ണം കുറഞ്ഞവർക്ക് ഇതും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു ഡബിൾ എക്സൽ ടോപ്പാണ്. ഇതിന് 4 ഇഞ്ച് ഇട്ട് കൊടുത്താൽ കുറച്ച് നീങ്ങി 3.5 വന്നു നിൽക്കും. ഇവിടെ 4 ഇഞ്ചിൽ മുകളിലേക്ക് ഒരു 4 ഇഞ്ചും താഴേക്ക് ഒരു 4 ഇഞ്ചും അടയാളപ്പെടുത്തുക. എന്നിട്ട് നേരെ ഒരു ലൈൻ വരയ്ക്കുക. ഇത് രണ്ട് ഭാഗത്തും ഈ ലൈൻ വരയ്ക്കുക. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് 3 പോയിൻ്റ് യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ 4 ഇഞ്ചിൽ നിന്നും നടുവിൽ മിഡിൽ പാർട്ടിൽ 1/2 ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും അടയാളപ്പെടുത്തുക. രണ്ട് ഭാഗത്തേക്കും 1/2 ഇഞ്ച് വീതം പോയിൻ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ 1/2 ഇഞ്ചിലേക്ക് മേലെ പോയിന്റിൽ നിന്നും താഴെ പോയിന്റിൽ നിന്നും നേരെ വരച്ച് അത് തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പോൾ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി തയ്ച്ചെടുത്താൽ മതി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ട് ഭാഗവും ഇങ്ങനെ ടക്സുകൾ തമ്മിൽ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇനി നമുക്കിത് തയ്ച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. തയ്ക്കുമ്പോൾ നടുക്കുള്ള ലൈനിൻ്റെ രണ്ട് ഭാഗവും പിടിച്ച് ലൈൻ ചേർത്ത് പിടിക്കണേ. ലൈനും തുണിയും കൂടി തമ്മിൽ ചേർത്ത് പിടിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തിയ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. മുകളിലും താഴെയും ലോക്ക് സ്റ്റിച്ച് ഇടാൻ മറക്കരുതേ. ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതാ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടോപ്പ് ഇട്ടാൽ എങ്ങനെയുണ്ടാകും എന്നൊന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ധരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ല ഷേപ്പ് കിട്ടില്ലേ?